Ministries. நீ கர்த்தருடைய கையில் அலங்காரமான கிரீடமும் உன் தேவனுடைய கரத்தில் ராஜ முடியுமாயிருப்பாய். ஏசாயா 62:3. Thou shalt also be a crown of glory in the hand of the Lord, and a royal diadem in the hand of thy God. Isaiah 62:3. பரிசுத்த நாமம் மகிமைப்படுவதாக. மகிழ்ச்சிகரமான கடைசி மாதத்தில் காட் கோ சீஸ் மினிஸ்ட்ரி சார்பாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். இந்த ஆண்டு முழுவதும் தேவனாகிய கர்த்தர் நம்மையும் நம் குடும்பத்தையும் கிருபையால் தாங்கி நடத்தியிருக்கிறார். நம்முடைய போக்கிலும் வரத்திலும் நம்முடைய பிரயாணங்களிலும் கர்த்தர் நமக்கு துணையாயிருந்தது மாத்திரமல்ல, நம்முடைய பலவீனங்களிலே தம்முடைய வார்த்தையை அனுப்பி பலப்படுத்தியிருக்கிறார். நாம் அநேக நேரங்களிலே சோர்ந்து போய் இருந்த போதும் கர்த்தர் தம்முடைய வார்த்தையினாலே நம்மை தேற்றினார், நம்மை பலப்படுத்தினார். தேவனாகிய கர்த்தர் நம்மோடு கூட இருக்கிறார் என்பதை இதன் மூலம் அநேக நேரங்களிலே நம்மை உணர வைத்திருக்கிறார். விசேஷமாக இந்த கடைசி மாதத்திலே தேவனாகிய கர்த்தர் நிறைவான ஆசீர்வாதங்களால் நிரப்பி நம்மை ஆசீர்வதிப்பார் என்று நம்புகிறேன். கர்த்தருடைய வார்த்தையை கேளுங்கள், நம்புங்கள். கர்த்தருடைய வார்த்தை உங்கள் நடுவிலே பெரிய காரியங்களை செய்யும். தேவனிடத்திலிருந்து ஆசீர்வாதங்களை காத்திருந்து பெற்றுக்கொள்வோம். தேவனாகிய கர்த்தர் நிச்சயம் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமேன். പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം കൃപ നൽകി നമ്മെ ദൈവം അനുഗ്രഹിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്ര നല്ലവനാണെന്ന് ഒരിക്കൽ കൂടെ രുചിച്ചറിയുവാൻ ദൈവം ഭാഗ്യം നൽകി. ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാനിടയായി. കഴിഞ്ഞ ഒരു വർഷം മുഴുവനും ദൈവം ആദ്യോടന്തം നമ്മെ ഭരിച്ചു വഴി നടത്തി, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തി, നമ്മെ കാത്തു പരിപാലിച്ചു. അനവധി അപകടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ച കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ഡിസംബർ മാസം 16-ാം തീയതി ദൈവത്തിൻ്റെ നാമം നമ്മളിലൂടെ മഹത്വമെടുക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പാസ്റ്റർ ടോമി എമ്മാനുവൽ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഗോഡ് ഹു സീസ് മിനിസ്ട്രി എന്ന ഈ പ്ലാറ്റ്ഫോം നമുക്ക് ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാനായി ഒരുക്കിയ തോമസ് സാറിനോടും തൻ്റെ കുടുംബത്തോടും തൻ്റെ ടീമംഗങ്ങളോടും നന്ദിയുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ഹു സീസ് മിനിസ്ട്രിയെ ദൈവം ധാരാളമായി മാനിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലത്തെ ചെറിയൊരു ചിന്തയ്ക്കായി പ്രൈസ് ദി ലോർഡ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തൻ്റെ സന്തോഷത്തിൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റും അത് വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി. ഇരന്നുകൊണ്ട് നല്ലത് പാത്രത്തിൽ കൂട്ടിവെച്ചു ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും.
പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു സ്വർഗരാജ്യത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ അനവധി മർമ്മങ്ങൾ പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഉപമകളിലൂടെയാണ്. എന്താണ് സ്വർഗരാജ്യം, ആരാണ് അവിടെ പ്രവേശിക്കുന്നത്, അതിനോട് നമ്മൾ എങ്ങനെയാണ് ആ സ്വർഗരാജ്യത്തെ സമീപിക്കേണ്ടത്, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ മൂല്യം എന്ത്, വാല്യൂ എന്ത്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അതിൽ ആരൊക്കെ പ്രവേശിക്കും, ആരൊക്കെ ഈ സ്വർഗരാജ്യത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകും എന്നീ ആശയങ്ങളാണ് നമുക്ക് ദൈവം നൽകി തരുന്നത്. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുവാൻ മാത്രം ഉതകുന്ന വചനങ്ങളാണ് യേശു ക്രിസ്തുവിൻ്റെ ഈ പഠിപ്പിക്കലിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ മാത്രമല്ല, അനവധി ഭാഗങ്ങളിൽ നമുക്ക് ഈ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളും ഉപമകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ പ്രധാന ഭാഗം സ്വർഗരാജ്യത്തെക്കുറിച്ചും അതിൻ്റെ വ്യത്യസ്തമായ വശങ്ങളെക്കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവരാജ്യം എങ്ങനെയാണ്, സ്വർഗരാജ്യം എങ്ങനെയാണ്, യേശു പഠിപ്പിച്ചൊക്കെയും ഉപമകളിലൂടെയാണ് എന്ന് നമുക്ക് ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചിരിക്കുന്ന സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്തിൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ വയൽ വാങ്ങി. പ്രൈസ് ദി ലോർഡ്. യേശു ഒരു ഉപമ പറയുകയാണ്. ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു അവരോട് 10-ാം അധ്യായം വായിക്കുന്നത്, പിന്നെ ശിഷ്യന്മാർ അടുക്ക വന്നു അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. 11-ാമത്തെ വാക്യം, അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. പിന്നെ 16-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളത്. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ഗ്രഹിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അനേകർക്ക് ലഭിക്കാത്ത വലിയൊരു ഭാഗ്യമാണ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് ലഭിച്ചത്. അനേകർക്ക് ലഭിക്കാത്ത വലിയ ഭാഗ്യമാണ് യേശു ക്രിസ്തുവിൻ്റെ സമകാലീനരായി ജീവിച്ചിരുന്ന അനവധി വ്യക്തികൾ, യേശുവിനെ കണ്ടുമുട്ടിയവർ, യേശുവിൻ്റെ ഉപദേശം പഠിപ്പിച്ചവർ, കേട്ടവർ, അവർക്കൊക്കെ ലഭിച്ചത്. കാരണം പഴയ നിയമകാലം മുതൽ യേശുക്രിസ്തുവിനെ കാണുവാനും അവൻ്റെ ശബ്ദം കേൾക്കുവാനും അനേകന് കാത്തിരുന്ന് അനേക പ്രവാചകന്മാർ, ആത്മീയ നേതാക്കന്മാർ, ദൈവം വെളിച്ചം ലഭിച്ച് അനേകന് കാത്തിരുന്നെങ്കിലും അവർക്ക് കഴിയാതിരുന്നതാണ് പ്രൈസ് ദി ലോർഡ് പ്രിയ ശിഷ്യന്മാർക്ക് ലഭിച്ചത്. ആ തലമുറയിൽ യേശുവിനെ കണ്ടവർക്ക് കാണാൻ കഴിഞ്ഞത്, കേട്ടവർ കേൾപ്പാൻ കഴിഞ്ഞത്. എങ്കിലും അനേകരും ദൈവമെന്ന് അംഗീകരിപ്പാനോ രക്ഷകനെന്നോ ക്രിസ്തുവെന്ന് അംഗീകരിപ്പാനോ കഴിയാതെ അവർ യേശുവിനെ തള്ളിക്കളഞ്ഞു. യേശുവിൻ്റെ സ്വരം കേട്ട അനേകരും യേശുവിനെ തള്ളിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ കൂടെ നടന്ന അനേകരും യേശുവിൽ വിശ്വസിക്കാതെ മാറിക്കളഞ്ഞു. യേശുവിനെ കണ്ടവർ പലരും യേശുവിനെ വിമർശനത്തോടെ കാണാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, ചുങ്കക്കാരും പാപികളും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യം അവകാശമാക്കും എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന തലമുറയോടൊക്കെ യേശു പറയേണ്ടതായി വന്നു. ഇവിടെ നമ്മൾ ഈ 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സ്വർഗരാജ്യത്തിൻ്റെ അനവധി മർമ്മങ്ങൾ, ഏതാണ്ട് 7-8 മർമ്മങ്ങൾ അല്ലെങ്കിൽ ഉപമകൾ ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് യേശു പറയുന്നു. ഒന്നാമതായിട്ട് വിതയ്ക്കാൻ പുറപ്പെട്ട ഉപമ കാണുന്നത് എങ്ങനെയുള്ള ഹൃദയത്തിലാണ്, എങ്ങനെയുള്ള വ്യക്തികളാണ് യേശു ക്രിസ്തുവിൻ്റെ വചനം സ്വീകരിക്കുന്നത്, ദൈവവചനം സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. നല്ല മനുഷ്യർ മാത്രമേ യേശുവിൻ്റെ വചനം സ്വീകരിക്കുന്നുള്ളൂ എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ ചിലർ മാത്രമാണ് അതിന് ഫലം പുറപ്പെടുവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അനവധി ഉദാഹരണങ്ങളും ഉപമകളും യേശു ഈ അധ്യായത്തിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ 44 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ 50 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തൻ്റെ സന്തോഷത്തിൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കാണുന്ന ഈ ഉപമയിൽ യേശു ക്രിസ്തു ജനങ്ങളോട് പഠിപ്പിക്കുകയാണ്, സ്വർഗരാജ്യം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഒരു വയലിൽ ഒരു മനുഷ്യൻ ഒരു നിധി ഒളിഞ്ഞു കിടക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു നിധി, വിലപിടിപ്പുള്ള ഒരു സാധനം, സ്തോത്രം, ഒരു നിധി. നമുക്കറിയാം നിധി എന്താണ് എന്നൊക്കെ നമുക്ക് ആശയമുണ്ട്. ഒരു ട്രഷർ, അത് ഒരു വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്നതാണ്. താനത് കണ്ടു. ഒരു വ്യക്തിയുടെ വയലാണ്.
പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ഇങ്ങനെ ഒരു നിധിയുണ്ട്, പുരാതനമായി കിടക്കുന്ന ഒരു നിധിയുണ്ട് എന്ന് മനസ്സിലാക്കി പ്രൈസ് ദി ലോർഡ് താൻ എന്താ ചെയ്തത്? തനിക്കുള്ളതൊക്കെയും വിറ്റ്, സ്തോത്രം, അത് വാങ്ങുവാനായി താൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. മാത്രമല്ല തൻ്റെ സ്വന്തമായിട്ടുണ്ടായ സകലതും വിറ്റ് അതിനുവേണ്ടി പൂർണ്ണമായി പരിശ്രമിച്ച് താൻ ആ വയൽ വാങ്ങി എന്ന് കാണാൻ കഴിയുന്നു. എന്താ അതിൻ്റെ കാരണം? എന്താണ്? താൻ കണ്ട നിധിയുടെ മൂല്യം എത്രമാത്രം ഉണ്ട് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായി. അനേകം നാളുകളായി മറഞ്ഞു കിടക്കുന്ന ഒരു നിധിയാണ്. ആരുടെയും കണ്ണിൽ ഇത് പെട്ടിട്ടില്ല. ചിലരൊക്കെ ഇത് കണ്ടു കാണും, സ്തോത്രം. എന്നാൽ ചിലരിത് കണ്ടിട്ടും തനിക്കത് നിധിയാണെന്ന് ഗ്രഹിപ്പാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ വ്യക്തിക്ക് ഇതിൻ്റെ മൂല്യം എത്രമാത്രം ഉണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ട് താൻ ചെന്നെന്താണ്, തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് താൻ ആ വയൽ വാങ്ങുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ മൂല്യം എത്രമാത്രം ഉണ്ട്, നമ്മൾ മൂല്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ആ നിധിയുടെ മൂല്യം അത് കണ്ടിട്ടാണ് തനിക്കുള്ളതിനേക്കാൾ മൂല്യമുണ്ട്, തൻ്റെ സകല സമ്പാദ്യത്തെക്കാൾ, തനിക്കുള്ള സകല സ്വത്തിനേക്കാൾ മൂല്യമുണ്ടെന്ന് കണ്ടിട്ട് ഈ വയൽ വാങ്ങുകയാണെങ്കിൽ അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന ഈ മൂല്യം ഉള്ള ഈ നിധി ചെറിയ വിലയ്ക്ക് തൻ്റെ കയ്യിലുള്ള സമ്പാദ്യത്തിന് ഇത് വാങ്ങാൻ കഴിയും. ആ മാർക്കറ്റ് പ്രൈസിൽ ആ സ്ഥലം വാങ്ങിയിട്ട് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആ മൂല്യത്തെ തനിക്ക് പെറുക്കിയെടുക്കുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയാണ് താൻ തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് താൻ അത് വാങ്ങുവാൻ ഇടയായത്. ഒരു വസ്തുവിൻ്റെ വില, അതിൻ്റെ മൂല്യം, അതിൻ്റെ അല്ലെങ്കിൽ സ്തോത്രം, അതും വ്യത്യാസമുണ്ട്. പ്രൈസും മൂല്യവും തമ്മിൽ വാല്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കാണാറുള്ള ഒന്നാണ് ചെമ്പ് നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ. പ്രൈസ് ദി ലോർഡ്. 50 പൈസ വെള്ളി നാണയം, 20 പൈസ ചെമ്പ് നാണയം, ഇങ്ങനെ മുതലായവതൊക്കെ നമ്മൾ പണ്ട് ചെറുപ്പകാലത്തിൽ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വെള്ളി നാണയങ്ങളൊന്നും ഇറക്കുന്നില്ലെങ്കിലും പിത്തള കൊണ്ടൊക്കെ ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ ചെമ്പ് വേറെ മറ്റു അലോയ് ഉപയോഗിച്ചൊക്കെ ആയിരിക്കും നാണയങ്ങൾ ഇറക്കുന്നത്. എന്നാൽ വെള്ളിക്ക് അതിൻ്റെതായ ഉണ്ട്. 20 പൈസയുടെ ചെമ്പിനേക്കാൾ മൂല്യമുണ്ട് ആ ചെമ്പിൻ്റെ വിലയ്ക്ക്. സ്തോത്രം. 20 പൈസ മുടക്കിയാൽ നമുക്ക് 20 പൈസയുടെ സാധനമേ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാൽ ആ 20 പൈസയുടെ ചെമ്പ് ഉരുക്കിയാൽ ചിലപ്പോൾ ഇന്ന് 200 രൂപ വിലയുള്ള ചെമ്പ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കാൻ ഇടയായി തീരും ഒരു പക്ഷേ, അല്ലെങ്കിൽ 100 രൂപ, അല്ലെങ്കിൽ 50 രൂപ. ആ സ്തോത്രം എത്രയും ആയിക്കൊള്ളട്ടെ, എന്താണെങ്കിലും 20 പൈസയുടെ മൂല്യമല്ല ചെമ്പിനുള്ളത്, ആ 20 പൈസ തുട്ടിനുള്ളത് നമുക്കറിയാം. അതുപോലെ ദൈവത്തിന് സ്തോത്രം. ഈ പറമ്പിൽ ഒളിഞ്ഞു കിടക്കുന്ന മൂല്യമുള്ള ഈ വിലയുള്ള പ്രൈസ് ദി ലോർഡ് ഈ നിധി, അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയ വ്യക്തിയാണ് സ്തോത്രം അത് വാങ്ങാനായി തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ സ്ഥലം വാങ്ങുവാനായി, നിലം വാങ്ങുവാനായി കടന്നുപോയത്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ആ നിധി പൊടി പിടിച്ച് കിടക്കുകയായിരിക്കാം, പലരും കണ്ടിട്ടും അത് അവഗണിച്ചു പോയതായിരിക്കാം. എന്നാൽ അതിൻ്റെ മൂല്യം അറിയാവുന്ന ഒരു വ്യക്തി വന്നു, സ്തോത്രം. ആ മൂല്യം അറിയാവുന്ന വ്യക്തി വന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് ആ മൂല്യമുള്ള ആ വസ്തു സ്വന്തമാക്കുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, നമ്മളോടും പറയുന്ന ദൂത് ഇത് തന്നെയാണ്. സ്വർഗരാജ്യം എന്ന് പറയുന്നതിൻ്റെ മൂല്യം ആർക്കും ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. ഒരു വ്യക്തിക്ക് ഇത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ തനിക്കുള്ള സകലത്തിനേക്കാൾ മൂല്യമുള്ളതാണ് ദൈവരാജ്യമെന്ന് യേശു ഇവിടെ തൻ്റെ പിന്നാലെ വരുന്ന ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ മൂല്യം ഗ്രഹിച്ച വ്യക്തി, ദൈവരാജ്യത്തിൻ്റെ മൂല്യം ഗ്രഹിച്ച വ്യക്തിയാണ് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് സ്വന്തമാക്കുവാൻ പരിശ്രമിച്ചത്. അപ്പോൾ യേശു പറഞ്ഞത് എന്താണ്? സ്വർഗരാജ്യം ഇങ്ങനെയാണ്. സ്വർഗരാജ്യത്തിൻ്റെ മൂല്യം ഗ്രഹിക്കുവാൻ ആർക്കും സാധ്യമല്ല. അത് ദൈവത്തോട് കൂടെയുള്ള വാസമാണ്, ദൈവം ഇരിക്കുന്ന സ്ഥലമാണ്, ദൈവം ഭരിക്കുന്ന രാജ്യമാണ് സ്വർഗരാജ്യം, ദൈവം വസിക്കുന്ന ഇടമാണ് സ്വർഗം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ഒരു വ്യക്തി, സ്തോത്രം, അവൻ ചിന്തിക്കുന്ന എന്താണ്? എനിക്ക് ദൈവത്തോടു കൂടെ വസിക്കണം, എനിക്ക് ദൈവത്തോടു കൂടെ ജീവിക്കണം. ആ ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് തനിക്കുള്ളതൊക്കെയും വിറ്റ് സ്തോത്രം അത് വാങ്ങുവാൻ, ആ നിലം വാങ്ങുവാൻ ഇടയായതുപോലെ തൻ്റെ സകല പരിശ്രമവും ഉപയോഗിച്ച് തനിക്ക് ദൈവത്തോടുകൂടെ വസിക്കണമെന്നുള്ള ചിന്തയാണ് താൻ ഇവിടെ ചെയ്യുന്നത്. യേശു ക്രിസ്തുവിന്റെ മറ്റൊരു വാക്യം നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം?
പ്രൈസ് ദി ലോർഡ്. നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പലരും നമ്മുടെ ആത്മാവിൻ്റെ വില, നമ്മുടെ ജീവന്റെ വില എത്രമാത്രം ഉണ്ടെന്ന് പലരും ഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് കേവലം നിസാര കാര്യത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തി കളയുന്ന നമ്മെ ഓരോരുത്തരെയുമാണ് യേശു ഇന്ന് അഭിസംബോധന ചെയ്യുന്നത് എന്ന് നമ്മൾ മറന്നു കളയരുത്. യേശുവിടെ അഭിസംബോധന ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ജീവിതത്തിന് യാതൊരു മൂല്യം കൽപ്പിക്കാത്തവര്, വില കൽപ്പിക്കാത്തവര്, തങ്ങളുടെ ജീവിതത്തെ എങ്ങനെയെങ്കിലും ജീവിച്ചു മരിച്ചു തീർന്ന് ഈ ലോകത്തിൽ ആഹാരം ഭക്ഷിച്ച് ഈ ലോകത്തിലെ സുഖസമൃദ്ധി അനുഭവിച്ച് ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ജീവിതങ്ങളോടാണ് യേശു ഈ വാക്യം അരുളി ചെയ്തത് നമ്മൾ ചിന്തിക്കണം. എന്നാൽ ഈ ലോകത്തിലെ ഒരു ജീവിതമല്ല, അതിനപ്പുറത്തായിട്ട് പ്രൈസ് ദി ലോർഡ് വലിയ മൂല്യമുള്ള ഒരു ജീവിതം, വലിയ വിലപിടിപ്പുള്ള ഒരു ജീവിതം, സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ ഒരു ജീവിതമുണ്ട്, നിത്യതയുണ്ട് എന്ന് യേശുവിടെ പഠിപ്പിക്കുകയാണ്. ഇത് പ്രാപിക്കുന്നവരാരാണ്? സ്തോത്രം. ദൈവത്തിൽ നമ്മൾ കാണുന്നു, ബലാത്കാരികൾ ദൈവരാജ്യം ബലാത്കാരം ചെയ്യുന്നു. അങ്ങനെയാണ് അതിനകത്ത് പ്രവേശിപ്പാൻ കഴിയുന്നത്. സകല എഫർട്ടും, പൂർണ്ണ പരിശ്രമവും, എനിക്കിത് പ്രാപിക്കണമെന്നുള്ള ചിന്തയോടുകൂടി പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെയുള്ള ആ പരിശ്രമം മാത്രമേ നമ്മളെ ദൈവരാജ്യത്തിൽ എത്തിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല. ഇത് ആർക്കാണ് ഇത് കാണാൻ കഴിഞ്ഞത്? ആരാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി ആ വ്യക്തി താൻ പുറപ്പെട്ട് തനിക്കുള്ളതൊക്കെയും വിറ്റിത് വാങ്ങും. പ്രൈസ് ദി ലോർഡ്. തൻ്റെ സകല പരിശ്രമങ്ങളും എനിക്ക് ഇത് വാങ്ങണം, ഈ നിധി വാങ്ങണം എന്നുള്ള ചിന്തയോടുകൂടി, ആ നിധി ഇരിക്കുന്ന ആ പ്ലോട്ട് വാങ്ങണം, ആ സ്ഥലം വാങ്ങണം, വയൽ വാങ്ങണം എന്നുള്ള ചിന്തയോടുകൂടി പുറപ്പെട്ടത് വാങ്ങിയതുപോലെ എനിക്ക് എങ്ങനെയും എൻ്റെ ദൈവത്തോടു കൂടെ വസിക്കണം. ദൈവം ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ലോകത്തിൽ ഒരു ജീവനുള്ള ദൈവമേ ഉള്ളൂ. ആ ജീവനുള്ള ദൈവത്തെ എനിക്ക് ബന്ധപ്പെടുവാൻ ഇട തന്നു. അതിനുള്ള ഭാഗ്യമാണെന്ന് മനസ്സിലാക്കി അവൻ ആ ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള പരിശ്രമം എന്ത് തന്നെയാണെങ്കിലും അത് ചെയ്യണമെന്നാണ് യേശു ഇവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കണ്ണിനെ മൂടിക്കളയുന്ന ഈ ലോകത്തിന്റെ ചിന്തകൾ, ധനത്തിന്റെ വഞ്ചനകൾ, പ്രൈസ് ദി ലോർഡ്, അങ്ങനെ പലതും നമ്മുടെ കണ്ണിനെ ഈ നിധി കാണാതെ നമ്മളെ മൂടിക്കളയുകയാണ്. ഇതിന്റെ മൂല്യം കുറച്ച് കാണുന്ന അനവധി കാര്യങ്ങൾ, ഈ ലോകത്തിന്റെ സുഖസമൃദ്ധികൾ, ഈ ലോകത്തിൻ്റെതായ പ്ലഷേഴ്സ്, ഇതെല്ലാം നമ്മുടെ സ്തോത്രം ഈ നിധിയുടെ മൂല്യവുമായി കമ്പയർ ചെയ്ത് അത് നിധിയേക്കാൾ വിലയുള്ളതെന്ന് എണ്ണുന്ന അനേകരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണം എന്താണ്? അവര് നിധിയുടെ മൂല്യം എന്തെന്ന് മനസ്സിലായി. ദൈവരാജ്യത്തിന്റെ ഇമ്പോർട്ടൻസ് അവർ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. അതുപോലെ രണ്ടാമത് നമ്മൾ കാണുന്നു, ഒരു കച്ചവടക്കാരൻ, ഒരു ബിസിനസ്സുമാൻ ഒരു മുത്ത് കണ്ടുപിടിച്ചു. മുത്ത് വ്യാപാരി താനൊരു മുത്ത് കണ്ടു. അവനും എന്താ ചെയ്തത്? തനിക്കുള്ളതൊക്കെയും വിറ്റ് താൻ പരിശ്രമിച്ച വിലയേറിയ മുത്ത് വാങ്ങി എന്ന് പറയുന്നു. ഇത് രണ്ടും ഐഡന്റിക്കലാണ്. നമ്മൾ കണ്ടിരിക്കുന്ന ഈ രണ്ട് ഉദാഹരണങ്ങളും ഒരേപോലെയുള്ള ഉദാഹരണങ്ങളാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, രണ്ട് പ്രൈസ് ദി ലോർഡ് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഇവിടെ. ഒന്നൊരു വ്യാപാരിയാണ്, ഒന്ന് സ്തോത്രം മൂല്യം ഗ്രഹിച്ചിട്ടുള്ള ഒരു വില മതിക്കുന്ന പ്രൈസ് ദി ലോർഡ് ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ പറയുന്നു, ദൈവരാജ്യം കടലിലിട്ട് ഇടുന്നത് എല്ലാവക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അത് വലിച്ചു കയറ്റി അവൻ ഇരുന്നു കൊണ്ട് നല്ല മീനുകളെ പാത്രത്തിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുള ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞതിൻ്റെ ആശയം എന്താണ്? സ്തോത്രം. ഒരു വലയിൽ കുരുങ്ങുന്ന അനവധി മത്സ്യങ്ങളിൽ നല്ലത് മാത്രമേ പെറുക്കി എടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം എറിഞ്ഞു കളയും. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ ദൂതന്മാർ ഭൂമിയിലേക്ക് പുറപ്പെട്ട് നീതിമാന്മാരെ ശേഖരിച്ച് ദുഷ്ടന്മാരെ മുഴുവനും തീച്ചൂളയിൽ എറിഞ്ഞു കളയുമെന്നുള്ളൊരു വലിയ വാണിംഗ് ഇവിടെ നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒന്നും രണ്ടും ഉദാഹരണങ്ങൾ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ അവരെങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു, അതിൻ്റെ മൂല്യം കൽപ്പിക്കുന്നു എന്നുള്ളതാണെങ്കിൽ, രണ്ടാമത്തെ ഉദാഹരണം പഠിപ്പിക്കുന്നത് അനേകര് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് കണ്ട് വന്നാൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇതിന് യോഗ്യന്മാരാരാണ്, അവരെ മാത്രമേ താൻ ചേർക്കുന്നുള്ളൂ എന്ന് നമ്മെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അനേകർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും ഇതിനകത്ത് പ്രവേശിക്കുകയില്ലെന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? യേശുക്രിസ്തു വില കൊടുത്താണ് നമ്മളെ ഓരോരുത്തരെയും ഈ സ്വർഗരാജ്യത്തിന് യോഗ്യന്മാരാക്കി തീർക്കുന്നത്. ഇതിൻ്റെ വില എത്രമാത്രം ഉണ്ട് എന്നറിയണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 45 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണണം. യേശു കാൽവരി ക്രൂശിൽ സ്തോത്രം നമ്മൾക്ക് വേണ്ടി പാപപരിഹാര യാഗമായി തീരേണ്ടതിന് സ്തോത്രം മുന്നോടിയായി താൻ പ്രാണനെ ക്രൂശിൽ കിടന്നുകൊണ്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ആ ഭാഗം നമ്മളൊന്ന് വായിക്കണം.
യേശു ക്രിസ്തു മരിച്ച് തനിക്ക് നമ്മുടെ പാപത്തിന് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിച്ച് ക്രൂശിന്മേൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് അങ്ങനെയാണ് സ്തോത്രം നമുക്ക് ദൈവരാജ്യം ഒരുക്കിയത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇതിൻ്റെ മൂല്യം. ഇത് നമ്മൾ അവഗണിച്ചു പോയാൽ എബ്രായലേഖനകാര കർത്താവ് പറയുന്നത് പോലെ ഇത്ര വലിയ രക്ഷ നമ്മൾ അവഗണിച്ചു പോയാൽ സ്തോത്രം നമ്മൾ എങ്ങനെ ശിക്ഷാവിധിയിൽ തെറ്റിയൊഴിയും? ശിക്ഷാവിധി തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ള പാഠവും കൂടെ നമുക്കിവിടെ മനസ്സിലാക്കുകയാണ്. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം സ്തോത്രം 45 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതുക. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. അവിടെ ഇരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഒരു സ്പോഞ്ച് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവിനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കം നിലവിളിച്ചു പ്രാണനെ വിട്ടു. പ്രിയമുള്ളവരെ, ഇവിടെ ആരാണ് ഈ ക്രൂശിൽ കിടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ദൈവപുത്രനായ യേശു ക്രിസ്തു, തൃത്വത്തിൽ രണ്ടാമനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. അവൻ ഇവിടെ നമ്മളെ രക്ഷിപ്പാനായി കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് അത്യുച്ചത്തിൽ നിലവിളിക്കുകയാണ്. ഏലി ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഈ ചോദ്യം എന്താണ്? സ്തോത്രം. നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന, പൂർണ്ണ മനുഷ്യനായി തീർന്ന യേശു ക്രിസ്തു തന്നെ യാഗമർപ്പിക്കുകയാണ്. നമുക്കൊരുക്കിയിരിക്കുന്ന രക്ഷ ഇത്രമാത്രം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി ജീവൻ കൊടുത്താണ് യേശു ഈ സ്വർഗരാജ്യം നമുക്ക് വേണ്ടി ഒരുക്കിയതെന്ന് ഇന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, എങ്കിൽ മാത്രമേ നമുക്ക് ആ വയലിൽ ഒളിച്ചു വെച്ച നിധിയോ അല്ലെങ്കിൽ ആ മുത്തിൻ്റെയോ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. നമ്മുടെ ആത്മാവിൻ്റെ വില എത്രമാത്രമുണ്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെ ആ നിലവിളി നമ്മൾ കേൾക്കണം. ആരാ നിലവിളിക്കുന്നത്? യേശുവാണ് നിലവിളിക്കുന്നത്. ദൈവപുത്രനാണ് നിലവിളിക്കുന്നത്. ദൈവമാണ് നിലവിളിക്കുന്നത്. അവൻ പൂർണ്ണ മനുഷ്യനായി തീർന്ന് അവൻ നമ്മുടെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ നിലവിളിക്കുന്ന ശബ്ദമാണ് നമ്മളിവിടെ കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രിയമുള്ളവരെ, അവൻ വിളിച്ച് നിലവിളിക്കുകയാണ്, ഏലി ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അവൻ വീണ്ടും അത്യുച്ചത്തിൽ നിലവിളിച്ചു, അവൻ പ്രാണനെ വിട്ടു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യേശു പ്രാണൻ നമുക്ക് വേണ്ടി നൽകിയാണ് പ്രൈസ് ദി ലോർഡ് നമുക്ക് ഈ ദൈവരാജ്യം ഒരുക്കിയത് എന്ന് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ഗ്രഹിക്കണം. നമ്മൾ ഈ ലോകത്തിലെ ചിന്തയ്ക്കോ, ഈ ലോകത്തിലെ ധനത്തിനോ, ഈ ലോകത്തിലെ പാപസുഖങ്ങൾക്കോ, ഈ ലോകത്തിലെ നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന ഈ ചെപ്പടി വിദ്യകൾക്കൊന്നും നമ്മുടെ ആത്മാവിനെ സ്തോത്രം നശിപ്പിക്കാൻ കഴിയുകയില്ലെന്ന് നമ്മൾ ഉറച്ച തീരുമാനം നമുക്ക് വേണം. ഇതിനേക്കാൾ എത്രയോ വലുതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷയെന്ന് ഇന്ന് ഗ്രഹിപ്പാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നിധിയുടെ വില, പ്രൈസ് ദി ലോർഡ്, ആരും കാണാതെ വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ മൂല്യമുള്ള സ്തോത്രം, ആ നിധിയുടെ വില മനസ്സിലാക്കാൻ കഴിയും. ആ മുത്ത് ആ കച്ചവടക്കാരൻ, ആ ബിസിനസ്മാൻ കണ്ടതുപോലെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ആത്മാവിനെ ഒന്ന് പരിശോധിപ്പാൻ ഇടയായി തീരട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം വില കൽപ്പിക്കുന്നു, മൂല്യം കൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ നിധിയുടെ വില നമ്മുടെ ജീവന് തുല്യമായുള്ള വിലയാണെന്ന് കൂടെ നമ്മൾ ചിന്തിച്ചാൽ, ഹല്ലേലൂയ, നമുക്കിന്ന് നമ്മുടെ ആത്മാവിൻ്റെ വില എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ആത്മാവിനെ നേടേണ്ട ഉത്തരവാദിത്വം പാസ്റ്റർക്കല്ല, നമ്മുടെ മാതാപിതാക്കൾക്കല്ല, നമ്മുടെ സഹോദരങ്ങൾക്കല്ല, നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്കല്ല. അവരൊക്കെ അതിനെ ഒരുപക്ഷെ ഒരു പരിധി വരെയെങ്കിലും പ്രൈസ് ദി ലോർഡ് അതിനെ സഹായിക്കുമെങ്കിലും പ്രൈസ് ദി ലോർഡ് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അനേകരും നമ്മുടെ ഈ ഇത്ര മൂല്യമുള്ള നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ച് കളയാൻ നമുക്ക് സഹായവുമായി കടന്നു വരുമെന്ന് നമ്മൾ മറന്നു കളയരുത്. എന്നാൽ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രൈസ് ദി ലോർഡ് നമ്മുടെ കണക്ക് നോക്കുന്ന ഒരു സമയം നമ്മളായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കണക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വെയിറ്റ് ഉണ്ടെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ ഇടയായി തീരണം. എവിടെല്ലാം പരാജയപ്പെട്ടു, നമ്മുടെ ബിസിനസ് എവിടെല്ലാം പരാജയപ്പെട്ടു, എവിടെല്ലാം പ്രോഫിറ്റ് നമുക്കുണ്ടായി, ഏതെല്ലാം ഏരിയയിൽ ഞാൻ നന്നായിട്ടുണ്ട്, ഏതെല്ലാം ഏരിയയിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് നമ്മളിന്ന് ചിന്തിക്കേണ്ട ഒരു പകൽ കൂടെയാണ് ഇന്ന് പകൽക്കാലം എന്ന് ചിന്തിക്കുക. നമുക്ക് തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം നമുക്ക് കൊടുക്കാം.
അല്ലേ, നമ്മുടെ ജീവിതം ആ മുത്തിനേക്കാൾ വിലയേറിയതാണ്. നമ്മുടെ ജീവിതം ആ നിധിയേക്കാൾ വിലയേറിയതാണ്. ആ നിധി അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എങ്ങനെയായിരിക്കുന്നു എന്ന് നമ്മൾ കാണുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. യേശു ജീവൻ നമുക്ക് നൽകി തന്ന് അവൻ ഉറക്കം നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ട് നമുക്ക് നേടി തന്നിരിക്കുന്ന ഈ സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് പകൽക്കാലം തൃക്കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവനെ, നമ്മുടെ ആത്മാവിനെ നമുക്ക് സമർപ്പിക്കാം. അനേക മുത്തുകൾ വയലിൽ കിടപ്പുണ്ടെങ്കിൽ അവയെ നേടിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനുവേണ്ടി എത്രമാത്രം പരിശ്രമങ്ങൾ നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ ഈ ജീവിതകാലത്ത്, നമ്മുടെ ഈ ശുശ്രൂഷാകാലത്ത് നമ്മൾ എത്രയെത്ര മുത്തുകൾ നമ്മൾ നഷ്ടപ്പെട്ട് കിടക്കുന്നതായി നമ്മൾ കാണുന്നു. ഏതെല്ലാം വയലുകളിൽ ഏതെല്ലാം നിധികൾ കിടക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെപ്പോലെ നമ്മുടെ അനേകരുടെ ആത്മാക്കൾ, വിലയേറിയ ആത്മാക്കൾ നഷ്ടപ്പെട്ട് നമ്മൾ കാണുന്നു. യേശു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവരെ നേടിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാൻ ഇടയായി തീരട്ടെ. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രയോജനമുള്ളതായി തീരട്ടെ. ദൈവത്തിൻ്റെ മുമ്പിൽ നല്ലത് മാറ്റിവെക്കുന്ന, നല്ല മീനുകളെ പാത്രത്തിലിടുന്ന ആ വലയുടെ ഉടമയോട് തുല്യനായി തീരട്ടെ. ആ കർത്താവ് നമ്മളെ രക്ഷിപ്പാൻ ഇടയായി തീരണം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പരിശുദ്ധ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നാഥാ, ആ ഏറ്റവും വിലയേറിയ ആ നിധി പോലെ, ആ വിലയേറിയ മുത്തുപോലെ കർത്താവെ, ഞങ്ങൾ നിത്യരക്ഷയെ ഞങ്ങൾ കാണുകയാണ്. ഞങ്ങളുടെ ആത്മാവ് ശ്രേഷ്ഠതയുള്ളതാണ്. ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളും നശിച്ചു പോകുന്ന മനുഷ്യരും അവരുടെ വിലയേറിയവരാണ്. അവരാരും നശിക്കരുത്, ഞങ്ങളാരും നശിച്ചു പോകരുത്. കർത്താവെ, ഞങ്ങൾ പൂർണ്ണ പരിശ്രമത്തോടെ അവരെ രക്ഷിക്കുവാൻ, ഞങ്ങളെ രക്ഷിക്കുവാൻ, എന്നെ തന്നെ രക്ഷിക്കുവാൻ ഞങ്ങളെ സമർപ്പിച്ചു തരികയാണ്. ഈ പ്രഭാതം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുവാൻ ഇടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന തോമസ് സാറിനെയും തൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ മിനിസ്ട്രി ദൈവം അനുഗ്രഹിക്കണമേ. തന്നെ ഈ ദിവസം ദൈവം കരങ്ങളിലെടുത്ത് ശക്തമായി ഉപയോഗിപ്പാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മേൽ കർത്താവെ, ദൈവത്തിൻ്റെ അദൃശ്യമായ കൃപ ധാരാളമായി പകരണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇത്രത്തോളം ഞങ്ങളെ ഓരോരുത്തരെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. കേട്ട ഞങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. என் உயிரே ஆண்டவரை போற்று, முழு உள்ளமே அவர் பெயரை போற்று. என் உயிரே ஆண்டவரை போற்று, முழு உள்ளமே அவர் பெயரை போற்று. அவர் செய்த சகல உபகாரங்களை நீ ஒரு நாளும் மறவாதே, ஒருபோதும் மறவாதே. அவர் செய்த சகல உபகாரங்களை நீ ஒரு நாளும் மறவாதே, ஒருபோதும் மறவாதே. என் உயிரே ஆண்டவரை போற்று, முழு உள்ளமே அவர் பெயரை போற்று. குற்றங்களை எல்லாம் மன்னிக்கின்றார், நோய்களை குணமாக்கி நடத்துகிறார். குற்றங்களை எல்லாம் மன்னிக்கின்றார், நோய்களை குணமாக்கி நடத்துகிறார். அவர் செய்த சகல உபகாரங்களை நீ ஒரு நாளும் மறவாதே, ஒருபோதும் மறவாதே. என் உயிரே ஆண்டவரை போற்று, முழு உள்ளமே அவர் பெயரை போற்று.
படுகுழியினின்று விடுவிக்கிறார், இரக்கத்தை முடியாக சூட்டுகிறார். படுகுழியினின்று விடுவிக்கிறார், இரக்கத்தை முடியாக சூட்டுகிறார். அவர் செய்த சகல உபகாரங்களை நீ ஒரு நாளும் மறவாதே, ஒருபோதும் மறவாதே. என் உயிரே ஆண்டவரை போற்று, முழு உள்ளமே அவர் பெயரை போற்று. வாழ்நாளெல்லாம் நன்மைகளால் நிறைவாக்கி நம்மை நடத்திச் செல்வார். வாழ்நாளெல்லாம் நன்மைகளால் நிறைவாக்கி நம்மை நடத்துகிறார். அவர் செய்த சகல உபகாரங்களை நீ ஒரு நாளும் மறவாதே, ஒருபோதும் மறவாதே. என் உயிரே ஆண்டவரை போற்று, முழு உள்ளமே அவர் பெயரை போற்று. கழுகு போல் இளமையை புதுப்பிக்கிறார், காலமெல்லாம் நம்மை சுமக்கின்றார். கழுகு போல் இளமையை புதுப்பிக்கிறார், காலமெல்லாம் நம்மை சுமக்கின்றார். அவர் செய்த சகல உபகாரங்களை நீ ஒரு நாளும் மறவாதே, ஒருபோதும் மறவாதே. என் உயிரே ஆண்டவரை போற்று, முழு உள்ளமே அவர் பெயரை போற்று. மோசேக்கு வழிகள் வெளிப்படுத்தினார், அதிசய செயல்கள் காணச் செய்தார். மோசேக்கு வழிகள் வெளிப்படுத்தினார், அதிசய செயல்கள் காணச் செய்தார். அவர் செய்த சகல உபகாரங்களை நீ ஒரு நாளும் மறவாதே, ஒருபோதும் மறவாதே. அவர் செய்த சகல உபகாரங்களை நீ ஒரு நாளும் மறவாதே, ஒருபோதும் மறவாதே. என் உயிரே ஆண்டவரை போற்று, முழு உள்ளமே அவர் பெயரை போற்று. என் உயிரே ஆண்டவரை போற்று, ஆண்டவரை போற்று, ஆண்டவரை போற்று.